ഹായ് ഹലോ നമസ്കാരം. ഞാൻ രൂപ ഉദയകുമാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങ് പോവുകയാണ്. അതിലിടെയാണ് ഞാൻ എൻ്റെ ഒരു മാരേജ് ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടൊരു സാരി ഇട്ട ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ താഴെയാണ് എനിക്ക് ഒരുപാട് ബോഡി ഷേമിങ് എന്നുള്ള രീതിയിൽ കമൻറ്റുകളൊക്കെ വന്നത്. കുഴപ്പമില്ല, നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്നവർ അല്ലെങ്കിൽ അറിയാത്തവർ അങ്ങനെയൊന്നുമില്ലല്ലോ അല്ലേ. ഒരാളെ കളിയാക്കുന്നതിനോ പരിഹസിക്കുന്നതിനോ നമുക്കങ്ങനെ സമയവും കാലവും ഒന്നും വേണ്ട. നമുക്ക് തോന്നിയതുപോലെ നമ്മളങ്ങ് പറയുകയാണ്. ചിലപ്പോൾ അവരെ കാണുകയോ അറിയുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാതെയാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി നമ്മുടെ പ്രിയപ്പെട്ട ഒരു കലാകാരനുണ്ടായിരുന്നു. ഞാൻ കലാകാരൻ എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ പ്രിയപ്പെട്ട സുധി എന്ന് പറയുന്ന നമ്മുടെ ഹാസ്യ കലാകാരൻ. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു സുധി ഒരുപാട് എന്താ പറയുക, ഇങ്ങനെ ബോഡി ഷേമിങ്ങും പരിഹാസവും കളിയാക്കലും കൊണ്ട് അവർ ജീവിതത്തിൽ തന്നെ അത്രയ്ക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, എന്തിനാണ് അവരെ പോലുള്ള ഒരു സ്ത്രീയെ അവർ നിങ്ങൾക്ക് മോശമായിട്ടോ അല്ലെങ്കിൽ അവർ സമൂഹത്തിന് ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഒരിക്കലും മാതൃകയാക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ എന്ത് കാര്യമാണ് ചെയ്യുന്നത്? അതേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ. അവരുടെ ഭർത്താവ് സുധി എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ മരിച്ചു പോവുകയാണ്. അത്രയും നാൾ അവർക്ക് താങ്ങും തണലായി നിന്നിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വേർപാട്, 2 മക്കൾ, കുടുംബം, അവർ പെട്ടെന്ന് അങ്ങനെ അനാഥരായി പോവുകയാണ്. ഈ കമൻറ്റ് പറയുന്ന നിങ്ങൾ ആരെങ്കിലും അവരുടെ വീട്ടിൽ പോയിട്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറയാനുള്ള ചങ്കുറപ്പുണ്ടോ? ഉണ്ടാവില്ല. കാരണം നമ്മൾക്കെല്ലാവരെയും കളിയാക്കാനും പരിഹസിക്കാനും പിന്നെ വേണ്ടാത്തത് കണ്ടുപിടിക്കാനും അതിനൊക്കെയാണ് സമയം. അല്ലാതെ ആരെയും സഹായിക്കണമെന്നോ ആരുടെയെങ്കിലും ജീവിതം മെച്ചപ്പെടണമെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നുമില്ല. അവർ വിഷമിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മളുടെ സംസാരം കൊണ്ട് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാവുകയോ എന്നൊന്നും നമ്മൾ ഓർക്കുന്നു പോലുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, രേണു സുധി എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട കലാകാരി, അവർ ജീവിക്കട്ടെ. അവർ ഈ സമൂഹത്തിൽ അവരെ കൊണ്ട് കഴിയുന്നത് പോലെ അവർ അഭിനയിക്കുകയാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കലാകാരന്മാരും, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ നമ്മൾ എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആദരിക്കുന്ന കലാകാരന്മാരൊക്കെയുള്ള ഈ സമൂഹത്തിൽ അവരെല്ലാം അഭിനയക്കുകയല്ലേ. അവരും അഭിനയത്തിൻ്റെ ചുവടുകൾ താണ്ടി മുന്നോട്ട് വരുന്നവരാണ്. അവർ അഭിനയിക്കട്ടെ. അവരുടെ ജീവിതം, അവരുടെ മക്കൾ, അവരെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെയൊക്കെ ജീവിതം സന്തോഷപൂർണ്ണമാക്കാൻ വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇന്ന് വരെ അവരൊരു തുണി ഉരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ന്യൂഡായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എല്ലാ കലാകാരികളും കലാകാരന്മാരും ഒക്കെ ചെയ്യുന്നത് പോലെ അവർ അഭിനയിക്കുകയാണ്. അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുകയാണ്. അതിലൊന്നും എന്തെങ്കിലും ബോറുണ്ടെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. നമ്മൾക്കാർക്കും അവരെ 1 രൂപ കൊടുത്ത് സഹായിക്കാൻ കഴിയില്ല. നമ്മുടെ വാക്കുകൾ കൊണ്ട് അവരെ വേദനിപ്പിക്കാനല്ലാതെ വേറെ എന്തിനാണ് കഴിയുക? അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ ബോഡി ഷെയ്മിങ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ പരിഹസിക്കുമ്പോഴും ഇകഴ്ത്തി താഴ്ത്തുമ്പോഴും നിങ്ങൾ മറന്നു പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ വളരുകയാണ്. അവർ നിങ്ങളുടെ ഒരു കമൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ മോശം പറഞ്ഞതുകൊണ്ടോ അവർ ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് അപ്പാട് പോകുമെന്നൊന്നും വിചാരിക്കേണ്ട. അവർ ജീവിതത്തിൽ ജീവിക്കുകയാണ്. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട, പക്ഷെ ഒരിക്കലും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ചെയ്യാതിരിക്കുക. അവർ ജീവിതത്തിൽ അവർ പ്രതീക്ഷിച്ചതുപോലെയൊക്കെ ഉയരങ്ങളിലെത്തട്ടെ. നന്മ ചെയ്തില്ലെങ്കിലും വെറുതെ തിന്മയിലേക്ക് സഞ്ചരിക്കാതിരിക്കുക. ചിലപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുന്ന ഒരു ആളാണെങ്കിൽ അങ്ങ് രക്ഷപ്പെട്ടു പോയിക്കൊള്ളട്ടെ. പക്ഷേ നിങ്ങളുടെ പരിഹാസം അവർ പറയുന്നത് അവർക്കൊരു മാല പോലെയാണെന്നാണ്. അപ്പോൾ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ കഴുത്തിൽ ഒരുപാട് നോട്ടുമാലകൾ വീഴട്ടെ.